ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിച്ചു. തെറ്റുകാരി ഞാൻ തന്നെ, ഞാൻ മാത്രം. എനിക്ക് അർഹതയില്ലാത്തതൊന്നും ഞാൻ ആഗ്രഹിക്കരുതായിരുന്നു. മാഡം ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം. ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. ഒരു സാധാരണക്കാരനെ എന്നെയാ മാഡം വലിയ ആളാക്കി മാറ്റുന്ന. എന്റെ മനസ്സിലെ രാജു വലിയ ആള് തന്നെയാ. അച്ഛനായിരുന്നു ചെറുപ്പം മുതലേ എന്റെ ഹീറോ എങ്കിലും അച്ഛന്റെ സ്നേഹം കിട്ടാതായതോടെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു. ആ സമയത്ത് എനിക്ക് കരുതലും കാവലുമായത് രാജുവായിരുന്നു. രാജുവിനെ കണ്ടുമുട്ടിയതോടെ ഒറ്റപ്പെടലിന്റെ വേദനയൊക്കെ ഞാൻ മറന്നു. രാജു എനിക്ക് സ്നേഹം തന്നു. ഇരട്ട് പറന്ന് എന്റെ ജീവിതത്തില് രാജു വെളിച്ചമായിട്ട് വന്നത്. രാജു എനിക്ക് എന്റെ എല്ലാമായി. പിന്നീട് കല്യാണം കഴിച്ചെന്ന് നുണയും പറഞ്ഞ് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ ആരും ഇല്ലാതിരുന്ന എന്റെ ജീവിതത്തില് എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള തോന്നലുണ്ടായി. ഇവിടെയുള്ള എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരായി. സ്വന്തം മോളെ പോലെ വേണുങ്ങളും രാധമ്മയും എന്നെ കരുതി. എന്റെ കൂടപ്പിറപ്പുകളായിട്ട് പ്രിയേച്ചിയും ശ്രീലക്ഷ്മിയും. പക്ഷെ ഇപ്പൊ ഞാൻ അറിയുന്ന രാജു അതല്ല, എന്റെ വെറും സ്വപ്നങ്ങളായിരുന്നു. ഞാനൊരു വിഡ്ഢിയാണെന്ന് ഇപ്പഴാ അറിയുന്ന. എനിക്ക് ഇവിടെയുള്ള ആരുടെയും സങ്കടങ്ങൾ കാണാൻ വയ്യ രാജു. അവരുടെ കണ്ണീര് കണ്ട് എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ സഹിച്ചോളാം. രാജു എന്നെ മറക്കോ ഉപേക്ഷിക്കോ ചെയ്തോളൂ. മാഡം, സങ്കടം വന്നു കരുതി എന്തോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞേക്കല്ലേ. അത് ഹൃദയത്തിൽ എങ്ങനെയാ വന്ന് തറയ്ക്കുന്നെന്ന് മാഡത്തിന് അറിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം രാജു? ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ കണ്ട് രാധമ്മയുടെ വഴക്ക് കേട്ട് ഇവിടെ ജീവിക്കണോ? ദൈവമേ, ഈ കുഞ്ഞിന്റെ കരച്ചിലിനൊരു പരിഹാരം കണ്ടെത്തി തരണമേ ഭഗവാനെ. എന്റെ രാധമ്മയുടെ മനസ്സൊന്ന് മാറ്റി തരണേ. അകലേ നോവിനാലേ